സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ വാരിയേഴ്സ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് എഫ്സിയെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചാണ് കണ്ണൂർ കലാശപ്പോരിനെത്തിയത്. ഇന്ന് നടക്കുന്ന രണ്ടാം സെമിയിൽ മലപ്പുറം എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും. കണ്ണൂരിന്റെ മുന്നേറ്റ നിരതാരം അസീർ ഗോമസിനെ ബോക്സിനകത്ത് മുഹമ്മദ് റിയാസ് ഫൗൾ ചെയ്ത് വീഴ്ത്തി. 70-ാം മിനിറ്റിൽ പന്തെടുത്ത് പെനാൽറ്റി സ്പോട്ടിലേക്ക് കണ്ണൂരിന്റെ മിന്നും താരം മുഹമ്മദ് സിനാൻ എത്തി. കോഴിക്കോടിന്റെ കോട്ട ഹജ്മലിനെ മറികടന്ന് സിനാന്റെ പെനാൽറ്റി ഗോൾ. കോഴിക്കോടൻ ഗാലറിയിൽ കണ്ണൂരിന്റെ കയ്യടി മാത്രം. സൂപ്പർ ലീഗിന്റെ തുടക്കം മുതൽ മികച്ച പ്രകടനം പുറത്തെടുത്ത കാലിക്കറ്റിന് നിർണായക സെമിയിൽ കാലിടറി. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും കാര്യമായ ഗോൾ ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിലും രണ്ടാം പകുതിയിൽ പന്തുമായി കുതിക്കുന്ന കണ്ണൂരിനെയാണ് കണ്ടത്. ക്യാപ്റ്റൻ ലവ് സാംബയുടെയും അസീർ ഗോമസിന്റെയും മിന്നുന്ന പ്രകടനവും കളം നിറഞ്ഞു കളിച്ച മുഹമ്മദ് സിനാന്റെ അസാമാന്യ നീക്കങ്ങളുമാണ് കണ്ണൂരിന് കരുത്തായത്. ഇന്ന് രണ്ടാം സെമിയിൽ തൃശൂർ മാജിക് എഫ് സി സ്വന്തം തട്ടകത്തിൽ മലപ്പുറം എഫ് സിയെ നേരിടും. കഴിഞ്ഞ മത്സരത്തിൽ പരിക്കേറ്റ മലപ്പുറത്തിന്റെ മുന്നേറ്റ നിരതാരം ജോൺ കെന്നഡി ഇന്ന് കളിച്ചേക്കും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.